ഹായ് ഓൾ, വെൽക്കം ടു Eduvalley. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ സ്റ്റഡിയാണ്. അതായത് ഒരേ കണ്ടന്റ് തന്നെ നമ്മളുടെ വേർഡിലും എക്സലിലും പവർ പോയിന്റിലും ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കണേ. ആൻഡ് ആ ക്ലാസ്സിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഫോർമാറ്റ് പെയിന്റർ ആണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ് നമുക്ക് എവിടെയൊക്കെ കാണാനായിട്ട് പറ്റും? വേർഡിലുണ്ട്, എക്സലിലുണ്ട്, അതുപോലെ എവിടെയും കൂടെ ഉണ്ട്, പവർ പോയിന്റിലും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ചോദ്യം 3 സെഗ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫോർമാറ്റ് പെയിന്റർ ഇൻ വേർഡ് എന്ന് ചോദിച്ചാലും, ഫോർമാറ്റ് പെയിന്റർ ഇൻ എക്സൽ എന്ന് ചോദിച്ചാലും, ഫോർമാറ്റ് പെയിന്റർ ഇൻ പവർ പോയിന്റ് എന്ന് ചോദിച്ചാലും എന്താണ്? ആൻസർ എല്ലാം സെയിം ആണ്. അപ്പൊ എന്താ, നമുക്ക് ഒറ്റ പഠിത്തം കൊണ്ട് 3 ടോപ്പിക്കുകൾ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റ് സ്റ്റഡിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഓവർവ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണേ. അപ്പൊ അതിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന കണ്ടന്റിനെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഫോർമാറ്റ് പെയിന്റർ എവിടെയൊക്കെ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. എവിടെയൊക്കെ ഉണ്ട്? വേർഡിലുണ്ട്, എക്സലിലുണ്ട്, പവർ പോയിന്റിലുണ്ട്. ഇനി നോക്കാം, ഈ ഫോർമാറ്റ് പെയിന്റർ എങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തേക്കണേ. വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും പവർ പോയിന്റിലാണെങ്കിലും ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും കോമൺ ആണ്. അതുകൊണ്ട് ഈ ഒരു സ്ക്രീനിൽ എന്തൊക്കെയാണോ കാണുന്നത്, ഞാൻ എന്തൊക്കെയാണോ പറയുന്നത്, അത് അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് പെയിന്ററുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഫോർമാറ്റ് പെയിന്റർ കോമൺ ആയിട്ട് എങ്ങനെയാണ് ആക്സസ് ചെയ്യുക, എങ്ങനെയാണ് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം ടാബിനകത്ത് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്താണ് ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന കണ്ടന്റ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ആക്സസ് ചെയ്യുക? വേർഡിലാണെങ്കിലും ഹൗ ക്യാൻ എ ഫോർമാറ്റ് പെയിന്റർ ക്യാൻ ബി ആക്സസ്ഡ് ഇൻ വേർഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആ വേർഡ് മാറ്റി എക്സൽ ചോദിക്കാം, അവിടെ പവർ പോയിന്റ് വരാം. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ ബി ആക്സസ് എ ഫോർമാറ്റ് പെയിന്റർ ഇൻ എന്നുള്ളത് വേർഡ് ആവാം, എക്സൽ ആവാം, പവർ പോയിന്റ് ആവാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഫോർമാറ്റ് പെയിന്റർ ആക്സസ് ചെയ്യാൻ പറ്റുക? ഹോം ടാബില് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിനകത്ത് ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്. നിങ്ങൾ ഈ തമ്പനൈലിൽ അതിന്റെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏത് ടാബിലാണെന്ന് ഓർത്തിരിക്കുക. ഫോർമാറ്റ് പെയിന്റർ ഏത് ടാബിലാണ്? ഹോം ടാബിലാണ്. ഏത് ഗ്രൂപ്പിലാണ്? ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിലാണ്. അപ്പൊ ഏകദേശം നമ്മൾ എത്ര ചോദ്യം പഠിച്ചു? എങ്ങനെയാണ് ആക്സസ് ചെയ്യാന്നുള്ള ചോദ്യം പഠിച്ചു, ഏത് ടാബിലാണ് എന്നുള്ള ചോദ്യം പഠിച്ചു, ഏത് ഗ്രൂപ്പിലാണ് എന്നുള്ള ചോദ്യം പഠിച്ചു. 3 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത കാര്യം നോക്കിയേ, എന്താണ് ഫോർമാറ്റ് പെയിന്റർ എന്നുള്ളതാണ് കൊടുത്തേക്കണേ. ഫോർമാറ്റ് പെയിന്റർ എന്താ ചെയ്യുന്നേ? ഒരു ടെക്സ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമാറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് സംതിങ് ആണ് അല്ലെ. അത് ക്യാരക്ടർ ആവാം, പാരഗ്രാഫ് ആവാം, പേജ് ആവാം. അപ്പോൾ അത്തരത്തില് നമ്മൾ സാധാരണ ഉള്ള ലുക്കിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, ഇൻ കേസ് എന്താണ്, സാധാരണ എഴുതിയിരിക്കുന്ന ഇതിൽ നിന്നും നമ്മൾ എന്താണ്, ഒന്ന് കളർ കൊടുക്കുക, ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ്, ഒന്ന് ഫോണ്ട് ഇൻക്രീസ് ചെയ്യുക, അതുപോലെയൊക്കെ ചെയ്യുന്നതാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് ഫോർമാറ്റിങ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിന്റെ ഫോർമാറ്റിങ്സ് എന്തൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് അതിനെയാണ് അത് എന്ത് ചെയ്യുക? കോപ്പി ചെയ്യുക. ഫോർമാറ്റ് പെയിന്റർ എന്തിനെ മാത്രമാണ് കോപ്പി ചെയ്യുള്ളൂ? ഒരു ടെക്സ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമാറ്റിങ്സിനെ മാത്രമാണ് ഫോർമാറ്റ് പെയിന്റർ എന്ത് ചെയ്യുള്ളൂ? കോപ്പി ചെയ്യുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ തൊട്ടടുത്ത അല്ലെങ്കിൽ അടുത്ത് എവിടെയാണോ വേണ്ടത് ആ ഒരു പ്ലേസിലേക്ക് മാറ്റും. ഇതിന്റെ ഒരു ഡെമോ ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഫോർമാറ്റ് പെയിന്റർ എന്താ ചെയ്യണേ? ഏതിലാണെങ്കിലും വേർഡിലോ എക്സലിലോ പവർ പോയിന്റിലോ ആണെങ്കിലും ഫോർമാറ്റ് പെയിന്റർ എന്താ ചെയ്യണേ? ഇറ്റ് കോപ്പീസ് ദ ഫോർമാറ്റിംഗ്സ് ഓഫ് എ സെലക്ടഡ് ടെക്സ്റ്റ് ആൻഡ് അപ്ലൈ ഇറ്റ് ടു അനദർ പ്ലേസ്. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സെലക്ടഡ് ടെക്സ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമാറ്റിംഗ്സിനെ കോപ്പി ചെയ്തിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാണ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താ? സാധാരണ എന്താ, ഒന്നും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡോക്യുമെന്റേഷൻ തയ്യാറാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. എന്താന്നുള്ളത് ഞാൻ ഡെമോ ചെയ്യുന്ന സമയത്ത് പറയാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഓർത്തിരിക്കുക, ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ എന്താണ്? Ctrl+Shift+C ആണ് ഫോർമാറ്റ് പെയിന്ററിന്റെ ഷോർട്ട് കട്ട്. അപ്പൊ നമ്മൾ എത്ര ചോദ്യം പഠിച്ചു? ഈ ഒരു സ്ലൈഡിൽ നിന്ന് നമ്മൾ എത്ര ചോദ്യം പഠിച്ചു? 4 ചോദ്യം പഠിച്ചു. എന്താണ് ഫോർമാറ്റ് പെയിന്റർ എന്ന് പഠിച്ചു, ഏത് ടാബിലാണെന്ന് പഠിച്ചു, ഏത് ഗ്രൂപ്പിലാണെന്ന് പഠിച്ചു, അതിന്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ വേർഡിലാണെങ്കിലും എക്സലിലാണെങ്കിലും പവർ പോയിന്റിലാണെങ്കിലും ഇതെല്ലാം എന്താണ്? സെയിം ആണ്. ഇനി അടുത്തത് നോക്കിയേ, ഈ ഫോർമാറ്റ് പെയിന്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൗസ് പോയിന്റർ എങ്ങനെ മാറുന്നു എന്നുള്ളത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കേണ്ട ചോദ്യമാണ്.
അപ്പോൾ അത് സാധാരണ നിങ്ങൾ ഗൈഡ് വെച്ച് പഠിച്ചാലോ കാര്യം എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ ക്ലാസ്സിന്റെ അവസാനം ഡെമോ ഉണ്ട്, അത് കൃത്യമായിട്ട് നോക്കണമെന്ന് ഞാൻ മെൻഷൻ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഫോർമാറ്റ് പെയിന്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താവുന്നുണ്ട്, നമ്മളുടെ മൗസ് പോയിന്റർ പെയിന്റ് ബ്രഷിന്റെ സിമ്പിൾ ആയിട്ട് മാറുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ്, ഹൗ ക്യാൻ എ ഫോർമാറ്റ് പെയിന്റർ ക്യാൻ ബി യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ ടൈംസ്, അതായത് ഒന്നിലേറെ തവണ ഈ ഒരു ഫോർമാറ്റ് പെയിന്റർ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഈ ഒരു ഭാഗത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഒന്നിലേറെ തവണ ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിക്കാനായിട്ട് പറ്റുക? അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ ചാൻസ് എവിടെ ചെയ്യാനുള്ളൂ, എന്താണ്, ആ ഒരു ബട്ടണിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഈ ഒരു ഫോർമാറ്റ് പെയിന്ററിനെ മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡെമോ വീഡിയോയിൽ കാണാം. ഇനി ഇത്തരത്തില് മൾട്ടിപ്പിൾ യൂസിങ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിങ്സ് അത് ക്ലിക്ക് ചെയ്യുന്നിടത്തെല്ലാം അത് വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ ടൈംസിൽ നിന്നും പുറത്ത് വരാനായിട്ട് നമ്മൾ ഏത് കീ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്കേപ്പ് കീ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം. മൾട്ടിപ്പിൾ ടൈംസിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എസ്കേപ്പ് കീ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഫോർമാറ്റ് പെയിന്ററിനെ കുറിച്ച് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വേർഡിലും എക്സലിലും പവർ പോയിന്റിലും കോമൺ ആയിട്ട് കാണുന്ന മാക്രോസ് എന്ന് പറയുന്ന കണ്ടന്റിനെ കുറിച്ചായിരിക്കും. ഓക്കെ, എന്താണ് മാക്രോസ്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുക, അതിന്റെ ഡെമോ പോലെയുള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. ആൻഡ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ഡെമോ കൂടെ കണ്ടിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ വേർഡിലാണ് കാണിക്കണേ. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സലിലും പവർ പോയിന്റിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് കണ്ടന്റ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മളുടെ ഹെൽപ്പിൽ നിന്നുള്ള കുറച്ച് കണ്ടന്റ് ആണ് ഞാൻ എടുത്തേക്കണേ. ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ കണ്ടന്റുകൾ ഞാനൊന്ന് സൂം ചെയ്യിക്കുന്നു, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതിനകത്ത് ഈ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് ഞാൻ എന്ത് ചെയ്യാണ്, റെഡ് കളർ കൊടുത്തു ആൻഡ് അതിനെ എന്ത് ചെയ്തു, ബോൾഡ് ചെയ്തു. അപ്പൊ നോർമൽ ആയിട്ടുള്ള ലെറ്റർ ആണ് ഈ ഒരു അപ്പുറത്തിപ്പുറത്തൊക്കെ കാണുന്നത്. അതിന് മാറ്റിക്കൊണ്ട് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തിന് ഞാൻ എന്ത് ചെയ്തു, റെഡ് കളർ കൊടുത്തു, അതുപോലെ അതിന്റെ തിക്നെസ് ഒന്ന് കൂട്ടി. അപ്പൊ ഈ റെഡ് കളർ കൊടുത്തതും അതുപോലെ തിക്നെസ് കൂട്ടിയതുമാണ് നമ്മൾ ചെയ്തിട്ടുള്ള എന്ത് കാര്യം, നമ്മൾ ചെയ്തിട്ടുള്ള ഫോർമാറ്റിങ്സ് എന്ന് പറയുന്നത്. ഇനി ഫോർമാറ്റ് പെയിന്റർ എന്താ ചെയ്യുന്നത്, ഈ ഒരു സെലക്ടഡ് ടെക്സ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോർമാറ്റിങ്സ് ആണ് അത് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഈ ടെക്സ്റ്റിനെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഫോർമാറ്റ് പെയിന്ററിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു ഫോർമാറ്റ് പെയിന്ററിനകത്ത് കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ബട്ടൺ അടുത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ആ ഒരു ബട്ടനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അതിനെന്താ പറയുന്നേ, ടൂൾ ടിപ്പ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ബട്ടനെ അടുത്ത് ഒരു കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു ബോക്സിന് നമ്മൾ എന്താ പറയുന്നേ, ടൂൾ ടിപ്പ് എന്നാ പറയുന്നേ. ഇനി അതിനകത്ത് നമ്മൾ ഒരു തവണയാണ് ഇപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്, ഒരു തവണ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പൊ നോക്കിയേ, അങ്ങനെ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് എന്താണ്, ആ ഫോർമാറ്റ് പെയിന്റർ എന്നുള്ള കാര്യം സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയാ മനസ്സിലായേ, നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ബട്ടന്റെ കളർ മാറും അല്ലെ. എന്ത് കളറായിട്ടാ മാറുന്നേ, ഗോൾഡൻ യെല്ലോ കളർ ആയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവണം കേട്ടോ. അപ്പോ ഫോർമാറ്റ് പെയിന്റർ എന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നോക്കിയേ, ഈ മൗസ് പോയിന്റർ നമ്മൾ കൊണ്ടുവന്നപ്പോ എങ്ങനെയായിട്ടുണ്ട്, സാധാരണ രീതിയിൽ ഒന്നെങ്കിൽ ഐ ബീം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ആരോ മാർക്ക് ആയിരിക്കും. നമ്മൾ ഈ ഫോർമാറ്റ് പെയിന്റർ സെലക്ട് ചെയ്തതിന് ശേഷം എങ്ങനെയായിരിക്കുന്നേ, നോക്കിയേ, പെയിന്റ് ബ്രഷിന്റെ പോലെ ഇരിക്കണേ അല്ലെ, പെയിന്റ് ബ്രഷിന്റെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഫോർമാറ്റ് പെയിന്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർമാറ്റ് പെയിന്റർ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ മൗസ് പോയിന്റർ എങ്ങനെ ഇരിക്കും, ഒരു പെയിന്റ് ബ്രഷിനെ പോലെ ഇരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് എവിടെയാണോ വേണ്ടത്, ഞാനിപ്പോ മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്തേക്ക് കടക്കുവാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ സെലക്ട് ചെയ്തു, കണ്ടോ. അപ്പൊ അത്രയും ഭാഗത്ത് എന്ത് ചെയ്തു, ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ആ വേർഡിന് നമ്മൾ എന്താണോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നേ അതേ ഫോർമാറ്റിംഗ് എവിടെ വന്നിട്ടുണ്ട്, മൈക്രോസോഫ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ആ വേർഡിനും വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, ഇത് സിംഗിൾ യൂസ് ആയിരുന്നു. ഞാൻ ആ സെലക്ഷൻ വിട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, നമ്മളുടെ മൗസ് പോയിന്റർ പഴയ രീതിയിലേക്ക് വന്നു, ഇവിടത്തെ സെലക്ഷൻ ക്യാൻസൽ ആവുകയും ചെയ്തു. അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രസക്തി വരുന്നത്. മൾട്ടിപ്പിൾ ടൈം യൂസിന്, ഒന്നിലേറെ തവണ യൂസ് ചെയ്യുന്നതിന് എന്താണ് ചെയ്യേണ്ടത്, എന്താണ്, ഡബിൾ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പൊ അതിനു മുമ്പായിട്ട് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ
ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. ഒരു ടെക്സ്റ്റിന് ഏത് ടെക്സ്റ്റിനാണോ നമ്മൾ ഫോർമാറ്റിംഗ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 1 മിനിറ്റ്, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ഒരു സ്റ്റെപ്പാണ് പറയണേ. ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിന് എന്ത് ചെയ്യണം, ഫോർമാറ്റിംഗ്സ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഫോർമാറ്റിംഗ്സ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ആ ഫോർമാറ്റിംഗ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഫോർമാറ്റ് പെയിന്ററിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒറ്റ തവണയാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. മൾട്ടിപ്പിൾ ടൈംസ് ആണെങ്കിലോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, പെയിന്റ് ബ്രഷ് സിംഗിൾ ക്ലിക്ക് ആണെങ്കിലും നമ്മൾ ആ ഒരു ഫോർമാറ്റ് പെയിന്ററിനെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ മൗസ് പോയിന്റർ എങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്, പെയിന്റ് ബ്രഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി എന്താണ്, ഞാൻ 2-3 കാര്യങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ നോക്കിയേ, ക്രിയേറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തു. കണ്ടോ, ക്രിയേറ്റിംഗിന്റെ അത് മാറിയിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, നമ്മൾ ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം എന്ത് വന്നിട്ടുണ്ട്, ആ ഒരു ക്രിയേറ്റിംഗ് എന്നുള്ള ആ ഒരു കണ്ടന്റിനും ഈ ഫോർമാറ്റിംഗ്സ് അതുപോലെ അപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, അപ്പോഴും നമ്മളുടെ മൗസ് പോയിന്റർ എങ്ങനെ തന്നെ ഇരിക്കുക, ആ ഒരു പെയിന്റ് ബ്രഷിന്റെ പോലെ തന്നെ ഇരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പെയിന്റ് ബ്രഷ് മാറുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാം, എവിടെ ക്ലിക്ക് ചെയ്താലും ഈ ഒരു ഫോർമാറ്റിംഗ്സിനെ അത് പേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ടൈംസ് യൂസിന് എന്താണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചേ. അപ്പോൾ ഞാൻ എവിടെയൊക്കെ ക്ലിക്ക് ചെയ്യുന്നോ ആ ഭാഗങ്ങളൊക്കെ എന്താവുന്നുണ്ട്, ആ ഫോർമാറ്റിംഗ്സ് അപ്ലൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് പുറത്ത് കടക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പഠിച്ചേ. എന്തൊരു കാര്യത്തിനകത്തുനിന്ന് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മളുടെ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതി. എസ്കേപ്പ് കീ ആണ് ഒരു കീബോർഡിന്റെ ഏറ്റവും ഇടത്തെ അറ്റത്തുള്ള കീ എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ഫോർമാറ്റ് പെയിന്ററിനെ കുറിച്ച് നമുക്ക് വേർഡിനകത്താണെങ്കിലും എക്സലിനകത്താണെങ്കിലും പവർ പോയിന്റിനകത്താണെങ്കിലും കോമൺ ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യം. ഇതിനകത്തുനിന്ന് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾ എഴുതാൻ കേപ്പബിൾ ആണ്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.